വലിയേച്ചി, ചേച്ചി, വലിയേച്ചി. ആ എന്താ? ദേ ഫോണിൽ ആരോ വിളിക്കുന്നു. വർമ്മ സാറാണല്ലോ. ഹലോ സർ. സിസ്റ്റർ ഇപ്പൊ എവിടെയുണ്ട്? ഞാനിപ്പോ വീട്ടിലുണ്ട്. തിരക്കിലൊന്നുമല്ലോ? ആ, നമ്മുടെ ചാരിറ്റബിൾ ഹോമിന്റെ കൺസ്ട്രക്ഷൻ നടക്കുക. ഇവിടെ അടുത്ത് തന്നെയാ, കണ്ണംകുളങ്ങര. ഒന്ന് വരാവോ? ആ വരാം സർ. ഞാനോട് വെയിറ്റ് ചെയ്യാം. ഞാൻ ലൊക്കേഷൻ മാപ്പ് സിസ്റ്റർക്ക് അയച്ചുതരാം. ആ ശരി സർ. ആരാ ചേച്ചി വിളിച്ചേ? അത് ഒരാള്. ഒരാളെന്ന് ആർക്കെങ്കിലും പേരുണ്ടോ ചേച്ചി? ഉണ്ടല്ലോ, നമ്മുടെ പുത്തൂർ മനക്കലെ ചെറിയ നമ്പൂതിരിയുടെ പേര് ഒരാൾ നമ്പൂതിരി എന്നാ. ഒരാൾ നമ്പൂതിരിയോ? എന്നാലും ആരായിരിക്കും ആ ഒരാള്? രാധമ്മേ, ഇക്കാര്യം ഓർത്ത് വിഷമിക്കണ്ട. ഇതൊക്കെ ആ രുക്മിണി നമ്മളോടുള്ള പ്രതികാരം തീർക്കുന്നതാ. ശരിയാ, അവര് ശ്രീയെ ബലിയേടാക്കുന്നു. ഇവിടെ കെട്ടിയവന്റെ നട്ടില് വാഴവള്ളിയാണോ? തള്ള പറയുമ്പോ വളയെ. ഈ ഹരീഷ് കുറച്ചുനാൾ മുൻപ് വരെ ധൈര്യമുള്ള ആളായിരുന്നു. രുക്മിണി ആന്റി പറയുന്നിടത്തൊന്നും നിൽക്കാതെ ശ്രീലക്ഷ്മി വിളിച്ചോണ്ട് മാറി താമസിച്ച ആളല്ലേ? അതെ, അത് കണ്ടിട്ട് അവക്ക് സഹിച്ചില്ല. അവിടുന്ന് ഈ വളകാപ്പ് ചടങ്ങ് നടത്തണമെന്നും പറഞ്ഞ് നമ്മളോട് അടുത്തത്. രുക്മിണി ഹരീഷിനെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുക മക്കളെ. അവന്റെ ആ തെറ്റിദ്ധാരണ മാറ്റിയെടുക്കണം. കൊച്ചിന്റെ മാനസിക നില തെറ്റാൻ മയക്കുമരുന്ന് വരെ കൊടുത്ത കാര്യം അവനെ ബോധ്യപ്പെടുത്തണം. ഒരു മനുഷ്യനെ നശിപ്പിക്കാൻ രുക്മിണി എന്തൊക്കെ ചെയ്യുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ഈ ഹരീഷ് എന്ന കൊച്ചാണ് ഇതൊക്കെ വിശ്വസിക്കണ്ടേ? അവര് പ്രസവിച്ചതല്ലേ അവനെ, പിന്നെ അവരുടെ കൂറ സ്വഭാവം ഇല്ലാതിരിക്കൂ. അളിയൻ പറഞ്ഞത് വളരെ ശരിയാ. പണ്ടേ ഈ കുരങ്ങ് കളിക്കാരുണ്ടായിരുന്നു. കാട്ടിൽ നിന്ന് കുരങ്ങനെ പിടിച്ചോണ്ട് നാട്ടി വന്ന് ഈ കുരങ്ങനെ കൊണ്ട് പല കളിയും കളിപ്പിക്കും. ചാടിക്കളിക്കട കൊച്ചിരാമ, ആടിക്കളിക്കട കൊച്ചിരാമ എന്ന പാട്ടൊക്കെ പാടി ഈ കുരങ്ങനെ കൊണ്ട് കളിപ്പിക്കും. എന്നിട്ട് കള്ള് ഷാപ്പിൽ കൊണ്ടുപോയി കള്ളും കുടിപ്പിക്കും. ഈ കുരങ്ങ് കളിക്കാരന്റെ കയ്യിലെ കുരങ്ങിനെ പോലെയാ രുക്മിണിയുടെ കയ്യിലെ ഹരീഷ്. ഇന്ന് കുരങ്ങനെ ഒന്നിനെങ്കിലും തൊടുന്നവനെ സെൻട്രൽ ജയിലിൽ കൊണ്ടുപോയി പോലീസുകാർ കുരങ്ങ് കളിപ്പിക്കും. ഈ രുക്മിണിയിട്ട് നമുക്ക് അഷ്ടകലാശം ചവിട്ടിപ്പിക്കണം. അതിന് നിങ്ങളുടെ കൂടെ ഞാനും ഉണ്ട്.